ഹരി ഓം. ദശകം 46, ശ്ലോകം 7. കുഹചിദ്വനമംബുധി ക്വചിദഭ്രം കുഹചിത് രസാതലം മനുജാതനുജാ ക്വചിത്സുരാ ദദൃശേ കിന്ന തദാ ത്വദാനനേ. പദച്ഛേദം. കുഹചിത് വനം, കുഹചിദ്വനം, കുഹചിത് വനം, കുഹചിദ്വനം. അംബുധിഃ ക്വചിത്, അംബുധിഃ ക്വചിത്. കുഹചിത് വനം അംബുധിഃ, കുഹചിദ്വനം അംബുധിഃ. കുഹചിത് പ്ലസ് വനം പ്ലസ് അംബുധിഃ, കുഹചിദ്വനം അംബുധിഃ. ക്വചിത്, ക്വചിത് അഭ്രം, ക്വചിദഭ്രം, ക്വചിത് പ്ലസ് അഭ്രം, ക്വചിദഭ്രം. കുഹചിത് പ്ലസ് രസാതലം, കുഹചിത് പ്ലസ് രസാതലം, കുഹചിദ്രസാതലം, കുഹചിദ്രസാതലം. ക്വചിദഭ്രം കുഹചിദ്രസാതലം. മനുജാഃ ധനുജാഃ ക്വചിത് സുരാഃ, മനുജാ ധനുജാ ക്വചിത്സുരാ, മനുജാ ധനുജാ ക്വചിത്സുരാ. ദദൃശേ കിം ന തദാ ത്വദ് ആനനേ. ദദൃശേ കിം ന തദാ ത്വദാനനേ. ത്വദ് പ്ലസ് ആനനേ, ത്വദാനനേ. കുഹചിദ്വനമംബുധി ക്വചിദഭ്രം കുഹചിത് രസാതലം മനുജാ ധനുജാ ക്വചിത്സുരാ ദദൃശേ കിം ന തദാ ത്വദാനനേ. ശ്ലോകം 7 അന്വയവും അർത്ഥവും. ഈ ശ്ലോകം 7 യശോദാമ്മ ആ കണ്ണൻ്റെ വായ്ക്കകത്ത് കണ്ട കാഴ്ചകൾ ഓരോന്നായിട്ട് വിവരിക്കുകയാണ്. അന്വയം. കുഹചിത് വനം ക്വചിത് അംബുധിഃ ക്വചിത് അഭ്രം കുഹചിത് രസാതലം ക്വചിത് മനുജാഃ ധനുജാഃ സുരാഃ തദാ ത്വദാനനേ കിം ന ദദൃശേ. കുഹചിത് വനം, ഒരിടത്ത് കാട്. ക്വചിത് അംബുധിഃ, മറ്റൊരിടത്ത് സമുദ്രം. ക്വചിത് അഭ്രം, ഇനി മറ്റൊരിടത്ത് ആകാശം. കുഹചിത് രസാതലം, വേറെ ഒരിടത്ത് പാതാളം. ക്വചിത് മനുജാഃ ധനുജാഃ സുരാഃ, മറ്റൊരിടത്ത് മനുഷ്യർ, അസുരന്മാർ, ദേവന്മാർ. ഇങ്ങനെ തദാ ത്വദാനനേ കിം ന ദദൃശേ. ആ സമയത്ത് നിന്തിരുവടിയുടെ വായിൽ കാണാത്തതായിട്ട് എന്തുണ്ട്? ചില ഒന്നുമില്ല എന്ന് സാരം. 14 ലോകവും അതിലുള്ള സകല പദാർത്ഥങ്ങളും ഇവിടെ സംഗ്രഹിച്ചിരിക്കുകയാണ്. കുഹചിത് വനം ക്വചിത് അംബുധിഃ ക്വചിത് അഭ്രം കുഹചിത് രസാതലം ക്വചിത് മനുജാഃ ധനുജാഃ സുരാഃ തദാ ത്വദാനനേ കിം ന ദദൃശേ. അങ്ങയുടെ ആ വദനാന്തർഭാഗത്ത് ഒരിടത്ത് മഹാവനം, മറ്റൊരിടത്ത് സമുദ്രം, ഇനിയൊരിടത്ത് മേഘസമൂഹം, വേറൊരിടത്ത് പാതാളലോകം, പിന്നെ ഒരിടത്ത് മനുഷ്യർ, മറ്റൊരിടത്ത് അസുരന്മാർ, ഒരിടത്ത് ദേവന്മാർ. ഇങ്ങനെ എന്തെല്ലാം അങ്ങയുടെ അമ്മ കണ്ടുവന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. കുഹചിദ്വനമംബുധി ക്വചിദഭ്രം കുഹചിത് രസാതലം മനുജാ ധനുജാ ക്വചിത്സുരാ ദദൃശേ കിന്ന തദാ ത്വദാനനേ.